മസാല വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റഫ്ഡ് ചിക്കൻ. ഇത് കണ്ടുള്ളൂ, സ്റ്റഫ്ഡ് ചിക്കൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ടുള്ള മസാലകൾ കാണിച്ചു തരാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഞാൻ ആദ്യം എടുത്ത മസാലയ്ക്കകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അരമുറി നാരങ്ങയുടെ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് തേച്ചെടുക്കാം, ഈ ചിക്കനിലേക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തേച്ചിങ്ങനെ കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുണ്ടുള്ളൂ, ഇടയ്ക്കൊക്കെ തേച്ച് വെക്കണം. അതിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 1/2 മണിക്കൂർ ഇത് റെസ്റ്റിനായിട്ട് വെക്കണം. ഞാൻ നേരത്തെ എണ്ണ ഒഴിച്ചില്ലായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എണ്ണ ഒഴിക്കട്ടെ. ഇപ്പോൾ എണ്ണ ഒഴിക്കുകയാണ് നമ്മൾ സാഹസികമായി. ഇത്രയും മതി. അപ്പം ഇനി നമ്മൾ ഇത് സ്റ്റഫ് ചിക്കൻ ആക്കണം, സ്റ്റഫ് ചെയ്യണം. ആദ്യം നമുക്ക് ഇത് ഇച്ചിരി ഇതിനകത്തോട്ട് തള്ളിക്കയറ്റാം. ഈ വയറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ തള്ളി ഒന്ന് കയറ്റണം. ഈ പുതിനയില നല്ലപോലെ തള്ളി അതിൻ്റെ ഒരു മുട്ട എടുത്ത് അതിലേക്ക് കുത്തിക്കയറ്റണം. കുത്തിക്കയറ്റിട്ടുണ്ട്. ഇനി ഇച്ചിരി ചോറ് വാരി അതിലേക്ക് ഇടണം. ഞാൻ പറയാൻ പറഞ്ഞത്, ഞാൻ ഇച്ചിരി ചോറും കൂടെ വെന്ത് എടുത്തോണ്ട് വന്നായിരുന്നു. ഇനി ഇച്ചിരി പുതിനയില, അടുത്ത മുട്ട തള്ളിക്കറ്റിന്. ഇനി നമുക്ക് ചോറ് തള്ളിക്കയറ്റാം. ഇപ്പം നമ്മൾ ഇത് അവസാനത്തെ പുതിനയില തള്ളിക്കയറ്റുകയാണ്. ഇപ്പം റോഡിൻ്റെ അപ്പുറത്ത് ഒരു കല്യാണം ഉണ്ട്, അതിൻ്റെ പാട്ട് നടക്കുകയാണ്. നല്ല പാട്ടാണ്. അപ്പം ഇനി നമുക്ക് സ്റ്റഫ്ഡ് ചിക്കൻ ശരിക്കും ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ചോറും പുതിനയിലയും മുട്ടയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നൂല് കൊണ്ട് കെട്ടാം. ഇത് അപ്പോഴത്തെ കല്യാണ വീട്ടിൽ നല്ല പാട്ട് നടക്കുകയാണ്. ഇനി ആ നൂലൊക്കെ വെച്ച് ഈ ചിക്കൻ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാഴയിലേക്കകത്ത് പൊതിഞ്ഞെടുക്കണം. ഇത് ഞാൻ വാഴയിലേക്ക് വിരിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാം. ചിക്കൻ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇതിലോട്ട് വെക്കുക. പാത്രം ഫസ്റ്റ് നമുക്ക് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. സെക്കൻഡ് നമുക്ക് ഈ വാഴയില. വാഴയിലേക്കകത്ത് പൊതിഞ്ഞു. ഞാൻ അത് അലുമിനിയം ഫോയിൽ ഞാൻ പൊതിഞ്ഞെടുക്കട്ടെ. അലുമിനിയം ഫോയിൽ നമ്മുടെ ഇവിടെ റെഡി. ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കുക. ഇപ്പം നമ്മൾ വാഴയില ഫുള്ള് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇത് കണ്ടുള്ളൂ, ഇങ്ങനെ നമ്മൾ ഇത് ഫുള്ള് കവർ ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ, ഞാനില്ലേ രാവിലെ പാടത്ത് പോയി ഇച്ചിരി ചെളി വാരിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ വെച്ച് അത് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ തീ കൂട്ടിയിട്ട് തീ കത്തിച്ച് ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ അവിടെ ഇച്ചിരി ചെളി കുഴച്ച് വെച്ചിട്ടുണ്ട്.
ഇപ്പം നമുക്ക് അതിൽ വെച്ചൊന്ന് പരട്ടാം. വാ, ഞാൻ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. നമ്മുടെ ചെളി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ ഇവിടെയൊക്കെ തേച്ചിങ്ങനെ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അപ്പം നമുക്ക് ഈ 2 കൈയും കൊണ്ട് എടുത്ത് വെച്ച് ഇത് ചെയ്യാം. കണ്ട ഇപ്പം നല്ല സൂപ്പറാകുന്നു. കണ്ട ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇച്ചിരി ലൂസായിരുന്നു. നമ്മൾ പാടത്തുനിന്ന് മാറിയ ചെളി ഇച്ചിരി ലൂസായിരുന്നു. അപ്പം ഞാൻ അലുമിനിയം ഫോയിൽ ഇതൊന്ന് കവർ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അടുത്ത പണിയിലേക്ക് കിടക്കാം. അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചുട്ടെടുക്കണം. തീ വെച്ച് ചുട്ടെടുക്കണം. അപ്പം ചുട്ടെടുക്കാം. വാ, അപ്പം ഞാൻ കർപ്പൂരവും വിറകും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. കണ്ടോ, അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാനായി. അപ്പം നമുക്ക് ടേസ്റ്റ് ടൈം. അപ്പോൾ സമയം തിരിട്ടി. അപ്പം നമുക്ക് എളുപ്പം ടേസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മളിത് പൊളിച്ചു വന്നപ്പം നേരെ കിട്ടി, കാരണം കാടല്ലേ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ തൊലി ഇങ്ങനെ മുറിക്കുക. ഇതുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried.